ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചില ആൾക്കെല്ലാം ഇല്ല ഡൗട്ടാണ് കേട്ടോ, ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ, അത് റെസ്റ്റോറൻറ്റിലേതല്ലേ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. റെസ്റ്റോറൻറ്റിലേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിനു വേണ്ട എല്ലാ ടിപ്സും ട്രിക്സും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി തന്നെ ചോറ് റെഡിയാക്കി എടുക്കലാണ്. ഞാൻ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്ന, ഒരു 10 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഞാനൊരു 5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് നല്ലോണം വെള്ളം എടുത്തിട്ട്, നമ്മൾ ഈ ചോറൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ നല്ലോണം വെള്ളം എടുത്തിട്ട് അതിലേക്ക് റൈസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കലാണ്. റൈസ് ഫുള്ളായിട്ട് വേവിക്കണ്ട, ഒരു 80-85% വേവാകുമ്പം തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. വേവായോന്ന് ഞാനെങ്ങനെ നോക്കലെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചെടുത്ത് വായിലിട്ട് നോക്കൂട്ടോ. അപ്പോൾ നല്ലോണം കടിക്കുന്ന രീതിയിലല്ല, കുറച്ചൊന്ന് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ചവച്ചരക്കാൻ പറ്റുന്ന രീതിയായിരിക്കും, പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ടാവില്ല. ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യലാണ്. അതിന് വേണ്ടി ഞാനൊരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത്. ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്തത് ഇതാ ചെറിയ ഉള്ളിയാണ്, ഷാലറ്റ്സ് എന്ന് പറയുന്ന അത് ഒരു 10-20 ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു 5 കപ്പ് റൈസ് ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ എടുക്കുന്നത്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇതെല്ലാം കുറച്ച് നീളത്തിൽ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു വലിയ ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തണ്ടിൻ്റെ വൈറ്റ് ഭാഗവും ഗ്രീൻ ഭാഗവും വേറെ വേറെ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജിൻ്റെ ആ സോഫ്റ്റ് പാർട്ട് മാത്രം കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനോടെ ഫ്രൈ ആക്കി എടുക്കലാണ്. അതിൽ ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഫ്രൈ ആക്കിയത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്കിവിടെ പാത്രത്തിനെല്ലാം പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ട്രിക്ക് പറഞ്ഞുതരാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെക്കാനേ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇടയിൽ പോയി എടുക്കാനൊന്നും ടൈം കിട്ടൂല. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്കിതാ ഇനി ഇതിലേക്ക് വേണ്ടത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കലാണ്. അതിനു വേണ്ടി 3 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ്, എഗ്ഗ്, ചിക്കൻ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സോസാണ്. സോസ്, പിന്നെ കുരുമുളക് പൊടി, സോയാ സോസ് 5 ടേബിൾ സ്പൂണ്, ചില്ലി സോസ് അതായത് റെഡ് ചില്ലി സോസ് ഒരു 4 ടേബിൾ സ്പൂണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ റൈസ് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി എല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അതായത് ഇത് ജസ്റ്റ് ഒന്ന് മാവാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ. ചെറിയ ഉള്ളി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തത്. ഈ ഉള്ളിയൊന്ന് വാടിക്കിട്ടുന്ന സമയം കൊണ്ട് വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് അതായത് റൈസ് വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ സോയാ സോസ് എടുക്കുന്ന സമയത്ത് ലൈറ്റ് സോയാ സോസ് എടുക്കാം. പിന്നെ പെപ്പർ പൗഡർ ബ്ലാക്ക് എടുക്കാതെ വൈറ്റ് പെപ്പർ പൗഡർ കിട്ടും.
അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ എടുത്തത് ഡാർക്ക് സോയാ സോസും ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അപ്പോൾ ഉള്ളി വാടിക്കിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ്, ബീൻസ് അതുപോലെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ക്യാബേജാണ് ചേർത്ത് കൊടുത്തത്. ക്യാബേജ് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം നല്ലോണം കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തത് ഫ്രൈ ചെയ്തിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ ഫ്രൈ ചെയ്യണ്ടെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ച എഗ്ഗും ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ഉടനെ നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി സോസാണ്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5-2 കപ്പിനെല്ലാം ആണ് നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നെങ്കിൽ ഇതെല്ലാം ഓരോരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ വെജിറ്റബിൾസ്, ചിക്കൻ ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറക്കോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റിഫൈൻഡ് ഓയിലാണ് കയ്യിലുള്ളതെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് നമുക്ക് ഞാൻ ഈ റൈസ് എന്ന് വെച്ചാൽ രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കിയ ബട്ടറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഈ റൈസ് ഇങ്ങനെ വേവിച്ച റൈസ് ഇങ്ങനെ ഓയിലിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ റൈസ് ഞാനിങ്ങനെ നല്ലോണം ഒരു 4-5 മിനിറ്റ് നേരം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ ചിക്കൻ എഗ്ഗ് മിക്സിലെ മസാല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓരോ റൈസും ഇതിലേക്ക് ഈ മസാലയിലേക്ക് മിക്സ് ആയി കിട്ടണം. ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉള്ളിത്തണ്ടിൻ്റെ വൈറ്റ് പാർട്ടും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിത്തണ്ടിൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റാണ് കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിത്തണ്ടിൻ്റെ ഗ്രീൻ പാർട്ടിന് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് മിക്സ് ചെയ്യുമ്പം നല്ലോണം റൈസ് ഉടഞ്ഞു പോവാതെ അടിയിൽ നിന്ന് ഇളക്കി മറിച്ചിടണം കേട്ടോ. അടിയിൽ നിന്ന് മേലിലേക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കി മറിച്ചിടണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പാത്രം ടോസ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ടോസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഉള്ളിത്തണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യലാണ്. ഇത് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിത്തണ്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, നല്ല ഫ്ലേവറും ഉണ്ടാവും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാലോ.